അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കുടുംബത്തിലേക്ക് ഈശോ ഇതിലെ കാര്യങ്ങൾ കണക്കുള്ളിലൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ സ്വീകരിച്ചു ആഗ്രഹത്തോട് നമുക്ക് പാടി പ്രാർത്ഥിച്ച് ആനന്ദിക്കാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈശോയെ, നിന്റെ വചനത്താൽ ഞങ്ങൾ നിറച്ച് കർത്താവേ, നിന്റെ വചനം കൊണ്ട് ഞങ്ങൾ നിറച്ച് അഭിഷേകിച്ച് കർത്താവേ, പാപത്തിലേക്ക് പോയി ശിശുമാൻ തിരിച്ചറിയുന്നത് നിന്റെ വചനം നിറഞ്ഞപ്പോഴാണ്, നിന്റെ വചനത്തെ കണ്ടപ്പോഴാണ്, അത് അനുഭവിച്ചപ്പോഴാണ്. ഈശോയെ, നിന്റെ വചനം ഈ ദിവ്യകാരണത്തിലൂടെ അനുഭവിക്കാൻ, അതനുഭവിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വചനം അനുസരിച്ച് ജീവിക്കാൻ കർത്താവെ വലിയ അഭിഷേകത്തോടെ ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. കർമ്മനിലെ പ്രാർത്ഥനയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മനിലെ പ്രാർത്ഥനയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ,
ഈശോ ആഗ്രഹിച്ച സമയമാണ്. ഈശോ ആഗ്രഹിച്ച സമയമാണ്. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട സമയമാണ്. ഈശോയുടെ മുമ്പിൽ ദൈവവിചാരത്തോടെ കുടുംബം ഒന്നിച്ചു, അപ്പനമ്മയും മക്കളും ഒരുമിച്ച് രാത്രിയുടെ ആമങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഈ സമയം ദൈവം ആഗ്രഹിച്ചതാണ്. ഇത് സന്തോഷമുള്ള സമയമാണ്. To adore Jesus, the best time for our lives. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും നല്ല സമയം തമ്പുരാനോട് കൂടെ ആയിരിക്കുന്ന സമയമാണ്. ഈശോയെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ മനസ്സുകളെ തുറക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ തുറന്നുകൊണ്ട് ഈശോയെ ആരാധിക്കാം. ഈശോ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈശോ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നീ എത്രമാത്രം അകന്നു പോയോ അത്രത്തോളം ഈശോ നമ്മെ കാത്തിരിക്കുകയാണ്. He is waiting for me. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഈ ലോകത്തിലെ ഓരോ മക്കൾക്ക് വേണ്ടി ഈശോ കാത്തിരിക്കുകയാണ് ഈ സമയം മുഴുവൻ. അതുകൊണ്ട് ഈശോ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് കൊടുക്കാം. To give my heart to Jesus. ഗലാത്യർക്കുള്ള ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. 5:14 മുതലുള്ള തിരുവചനത്തിൽ ജഡത്തിന്റെ വ്യാപാരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും. ജഡത്തിന്റെ വ്യാപാരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും. ഈ പെന്തക്കോസ്ത് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ ദിവസങ്ങൾ മുഴുവനും ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. എങ്ങനെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ നേടിയെടുക്കേണ്ടത്? എങ്ങനെയാണ് ജഡത്തിന്റെ അശുദ്ധി ചിന്തകളെ ഞാൻ മറികടക്കേണ്ടത് എന്നുള്ളത് ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമുക്ക് ഈശോ പഠിപ്പിച്ചു തരികയാണ്. ഒപ്പം അതിന് നമുക്ക് കൂടെ നിൽക്കാൻ ഒരു സംരക്ഷകയുണ്ട്, നമ്മുടെ അമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയുണ്ട്. അമ്മയോട് കൂട്ടുപിടിച്ചാണ് നമ്മൾ പാപത്തിന്റെ തിന്മകളെ അതിജീവിക്കുന്നത്, ആത്മാവിന്റെ ഫലങ്ങൾ നേടിയെടുക്കുന്നത്. ആത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. അമ്മയിലൂടെ നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നീ ജീവിക്കും. ജഡത്തിന്റെ വ്യാപാരങ്ങളുണ്ട്. അവ ഇവയാണ്: വിഗ്രഹാരാധന, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, ശത്രുത, കലഹം, അസൂയ, കോപം, വാത്സല്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മതിരോത്സവം, ഇവയും ഇതിനോട് സദൃശ്യമായ മറ്റു ദുശീല പ്രവൃത്തികളുമെല്ലാം ജഡത്തിന്റെ വ്യാപാരങ്ങളാണ്. എപ്പോഴാണോ ഈ ജഡത്തിൽ നിന്ന്, ജഡത്തിന്റെ വ്യാപാരത്തിൽ നിന്ന്, ജഡത്തിന്റെ ചിന്തകളിൽ നിന്ന് നീ മാറി നിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ മുതൽ ഈ വിശുദ്ധിയുള്ള വ്യക്തിയായിട്ട് മാറും. ഈ വിശുദ്ധിയോടുകൂടെ ആകണം ഈശോയെ ആരാധിക്കേണ്ടത്. ഈ ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്, ഈശോ നമ്മുടെ കൂടെ ആകാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവർക്ക് മാത്രം. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, സമാധാനം എന്നിവയൊക്കെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിറയുമ്പോൾ അവിടെ കർത്താവിൻ്റെ വലിയ കൃപ നമുക്കുണ്ടാകും.
ഹഗായ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ 12 മുതലുള്ള തിരുവചനത്തിൽ ദൈവം പുരോഹിതരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് പ്രകാരമാണ്: ഒരു അശുദ്ധനായ ഒരുവൻ അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ മറ്റെന്തെങ്കിലും ഭക്ഷ്യസാധനമോ സ്പർശിച്ചാൽ അത് അശുദ്ധമാകുമോ? അവർ മറുപടി പറഞ്ഞു, അത് അശുദ്ധമാകുമോ. അശുദ്ധമായ ഒരുവൻ സ്പർശിച്ചാൽ ഏത് ഭക്ഷ്യപദാർത്ഥങ്ങളും അശുദ്ധമാകുന്നത് പോലെ ദൈവം മറുപടി പറയുകയാണ്, ഉത്തരം പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് ഇസ്രായേൽ ജനം സ്വന്തം താല്പര്യങ്ങളിൽ മുഴുകി, പാപത്തിൽ മുഴുകി, അവനെ തന്നെ അശുദ്ധമാക്കുമ്പോൾ അവൻ തൊടുന്ന എല്ലാ പദാർത്ഥങ്ങളും, കാഴ്ചപ്പോഴും അവന്റെ പ്രവൃത്തികളും എല്ലാം അശുദ്ധമാണ്. ഞാൻ ദൈവവിചാരത്തോടു കൂടി ആയിരിക്കുമ്പോഴേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന് ഇഷ്ടമാകുള്ളൂ. ഒരുപക്ഷെ ദൈവത്തിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്റെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ജഡികമായ വ്യാപാരത്തിന്റെ ചിന്തകൾ എന്റെ മനസ്സിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അശുദ്ധനാണ്. ആ അശുദ്ധിയോടുകൂടെ ഞാൻ ബലിയർപ്പിച്ചാലും കാഴ്ച അർപ്പിച്ചാലും എന്ത് പ്രവൃത്തി ചെയ്താലും അതശുദ്ധമാണ്. അതുകൊണ്ട് തമ്പുരാൻ പറയും, ആത്മാവിന്റെ ഫലങ്ങൾ നീ സ്വീകരിക്കണം. To receive Holy Spirit, the gifts of Holy Spirit. ആത്മാവിന്റെ ഫലങ്ങൾ നീ സ്വീകരിക്കുമ്പോൾ നിന്റെ അശുദ്ധമായ ചിന്തകളിൽ നിന്ന് ഈശോ അനുഗ്രഹം നൽകുന്നു. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം മുഴുവനും ആത്മാവിലുള്ള ജീവിതത്തെ കുറിച്ചാണ്. ആത്മാവിൽ എങ്ങനെ ജീവിക്കണം എന്ന് ഈശോ നമ്മൾ വെളിപ്പെടുത്തി പഠിപ്പിച്ചു തരികയാണ്. ജഡികമായ ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സിലാക്കും. ആത്മീയ കാര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആത്മീയ കാര്യങ്ങൾ ചെയ്യും. ഇന്ന് നീ ജഡിക വസ്തുക്കളിൽ, ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നുണ്ടെങ്കിൽ നീ ജഡികനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ജഡികത നമ്മുടെ മരണത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ ആത്മീയ മനുഷ്യരാകട്ടെ ദൈവത്തിന്റെ സമാധാനത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ജഡികരായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം പറയുന്നു, നീ ആത്മീയരാകണം, നീ ആത്മീയ മനുഷ്യരാകണം. ആത്മാവിന്റെ ഫലങ്ങൾ നിന്റെ ഉള്ളിൽ നിറയണം. അതിനു വേണ്ടിയാണ് ഈശോ പെന്തക്കോസ്ത് ദിനത്തിനൊരുക്കമായിട്ട് ഈ ആരാധനകളിലൂടെ ഈ പുതുക്കാട് ഇടവകയെ ഓരോ കുടുംബത്തെ ഈശോ പഠിപ്പിക്കുന്നത്. ജഡിക പ്രവണതകൾക്കനുസരിച്ചുള്ള പാപങ്ങളിൽ നിന്ന് അകലുക മാത്രമല്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ നിറയണം. വീണ്ടും പറയും, റോമ 8:12 മുതൽ പറയും, സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ശരീരത്തിന്റെ പാപം, ശരീരത്തിന്റെ തിന്മകൾ ആത്മാവിനെ കൊണ്ട് നിഹനിച്ചാൽ നീ ജീവിക്കും. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിൾ അർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ നിന്റെ അശുദ്ധമായ ചിന്തകളും അശുദ്ധമായ പ്രവൃത്തികളും മാറ്റിവെച്ച് ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞാൽ നീ വിശുദ്ധനായി മാറ്റപ്പെടും. ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈശോ വെളിപ്പെടുത്തുന്ന വലിയ സന്ദേശമാണ്, നിങ്ങൾ ആത്മീയരാണ്, ഭൗതികരല്ല, ജഡികരല്ല. നിങ്ങൾ ആത്മീയരാണ്. ആത്മീയതയുടെ അഭിഷേകമാണ് ഈ മാസ ആരാധനകളിലൂടെ നിങ്ങൾക്ക് ഈശോ തരുന്നത്. ഈശോ പഠിപ്പിക്കുകയാണ് എങ്ങനെ നിന്റെ ജഡികത ഒഴിവാക്കണം, എങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങൾ നീ നിറയണം.
ഈശോ പഠിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണമായും കർത്താവിൻ്റെ അഭിഷേകം നമുക്ക് ആഗ്രഹിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഇതാ ജഡികമായ പാപം, ജഡികമായ ചിന്തകൾ, ജഡികമായ ആസക്തികൾ തമ്പുരാന്റെ മുമ്പിലേക്ക് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, ആനന്ദം, സന്തോഷം, നന്മ, ദയ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, സമാധാനം ഇവ കൊണ്ട് നിറയ്ക്കണം. സ്വയേ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. കർത്താവിനെ ആഗ്രഹത്തോടെ, പരിശുദ്ധാത്മാവിനെ ആഗ്രഹത്തോടെ സ്തുതിച്ച് നമുക്ക് പാടി പ്രാർത്ഥിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി. ആരാധന സ്തുതിക്കുന്നു. ഇതാ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ നിങ്ങൾ നിറയട്ടെ. നിന്റെ ചിന്തകൾ മുഴുവനും ദൈവികമായിട്ട് മാറട്ടെ. മാനുഷികതയിൽ നിന്നും ദൈവികമായ അഭിഷേകത്തിൽ നിറയാൻ യഥാർത്ഥ ആത്മീയത ദൈവത്തോടും ഒപ്പമുള്ള പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കി കർത്താവിന്റെ അഭിഷേകം നിറയ്ക്കാൻ കർത്താവേ എനിക്ക് നിറയണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഈ കാണുന്ന വ്യക്തികളിൽ, കുടുംബങ്ങളിൽ ജഡികമായ എല്ലാ ചിന്തകളും വിട്ടുമാറട്ടെ. ജഡികമായ പ്രവൃത്തികൾ വിട്ടുമാറട്ടെ. ഈശോ നാമത്തിൽ കൽപ്പിച്ച വ്യക്തികൾ എല്ലാ ബന്ധങ്ങളും വിട്ടുമാറട്ടെ. ഈശോയെ ആത്മാവിന്റെ ഫലങ്ങൾ നിറയട്ടെ. ആത്മാവിന്റെ ഫലങ്ങൾ സ്വീകരിക്കട്ടെ. ഓരോ കുടുംബത്തിലും അഭിഷേകം നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. കർത്താവിന്റെ മുമ്പിൽ ചെറുതാണ്. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. തിരുവോസ്തിയായി എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം ഞങ്ങൾ ദൈവസ്നേഹം നിറയട്ടെ. അകതാരിലലിയാൻ വരുന്നു. ഞങ്ങൾ നിറയണേ കർത്താവേ. സ്നേഹം എൻ്റെ ഈശോ ചെറുതാകട്ടെ. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം 3-ാം തീയതി പ്രാർത്ഥന. ദൈവമേ, അങ്ങ് പരിശുദ്ധ കന്യകാമറിയത്തെ അമലോത്ഭവം എന്ന സവിശേഷ ദാനത്താൽ അലങ്കരിച്ചുവല്ലോ. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത പറയുന്നു. അമലോത്ഭവ ജനനി, അങ്ങ് പാപരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നതായി ഞങ്ങളെ അറിയിച്ചു. അമലോത്ഭവനാഥയെ പാപരഹിതമായ ജീവിതം നയിക്കുവാൻ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആത്മശരീര വിശുദ്ധി ഞങ്ങളെ അവിടത്തേക്ക് പ്രേരിതരാക്കി തീർക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യസുതനിൽ നിന്ന് അങ്ങ് പ്രാപിച്ചു തരണമേ. ആമേൻ. സുഹൃതജനം, അമലോത്ഭവജനനീ, മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ. അമലോത്ഭവജനനീ, മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ. അമലോത്ഭവജനനീ, മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ. കുഞ്ഞുമക്കളെല്ലാവരും ഓരോ വചനങ്ങൾ ഓരോ ദിവസം പഠിക്കണം. ഇന്നലെ നിങ്ങൾ പഠിച്ച വചനം അച്ഛനെന്ന് ഓർമ്മിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47-ാം തിരുവചനം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
എൻ്റെ ചിത്തം എന്റെ ചിത്തം എൻ്റെ രക്ഷകനായ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇന്ന് നാം പഠിക്കേണ്ട വചനഭാഗം ലൂക്കയുടെ സുവിശേഷം 1:48 തിരുവചനമാണ്. നമുക്ക് ഏറ്റുചൊല്ലി പഠിക്കാം. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് സ്വീകരിക്കാം. ഇന്ന് നമുക്ക് കേൾക്കാൻ പോകുന്ന വചനം കൂടുതൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തറയ്ക്കപ്പെടാൻ, അതനുസരിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഈശോ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് വചനം നമുക്ക് കാത്തുവെക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥമില്ല. അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകും. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കണം, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഇരുന്നു കൊണ്ട് ഈ വചനത്തിൻ്റെ വിചിന്തനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്ന നല്ലവനായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾ പരാതി പറയുന്നവരാണ്. ഞങ്ങളുടെ ദുഃഖങ്ങളെ പറ്റി, വേദനകളെ പറ്റി, കുറവുകളെ പറ്റി, ഈ ലോകത്തിൻ്റെതായ സുഖങ്ങൾക്കായി ഞങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഈ
പോകുന്നവരാണ് ഞങ്ങൾ. സ്നേഹം നിറഞ്ഞ ഈശോയെ, ഞങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല ഈ ഭൂമിയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളും ദുഃഖങ്ങളും സന്തോഷമായി മാറുമെന്ന്, ഞങ്ങൾ അതിനെപ്പറ്റി ആനന്ദിക്കാൻ ഇടയാകുമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അതെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നും തന്നെ നമ്മളെ ഏർപ്പെടുത്താതിരിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ ഏർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, രോഗങ്ങളോ, മഹാമാരികളോ, കുറവുകളോ, തെറ്റുകളോ, മുറിവുകളോ ഒന്നും തന്നെ നമ്മളെ ഏർപ്പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് ഈശോയെ, സ്വർഗീയ ആനന്ദം ലക്ഷ്യം വെച്ച് മുന്നേറുവാനും ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ സന്തോഷമായി മാറ്റണമേ. ഞങ്ങളുടെ കുറവുകൾ നിറവുകളാക്കണമേ. ഞങ്ങളുടെ മുറിവുകളെ തിരുമുറിവുകളാക്കണമേ. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ചോദിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അങ്ങ് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും കുറവുകളും രോഗങ്ങളുമുള്ള ജീവിതം യഥാർത്ഥത്തിൽ ആനന്ദിക്കുവാൻ കഴിയും. ആ ജീവിതം ആനന്ദിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിനായി ഞങ്ങളെ സഹായിക്കണമേ. രണ്ട് കരങ്ങളും നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ആശീർവാദ സമയത്ത് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയെ സമർപ്പിക്കാം. ജഡീയരായി ജീവിക്കാതെ ആത്മീയരായി ജീവിക്കാൻ, ആത്മാവിൻ്റെ നിറയെ ഫലങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എങ്ങനെ എൻ്റെ പാപത്തെ വിട്ടകലാൻ, എങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്വീകരിച്ച് തമ്പുരാനൊപ്പം ജീവിക്കാം എന്നുള്ള വലിയ അഭിഷേകം പെന്തക്കോസ്തിക്ക് മുമ്പ് നമുക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് നമുക്ക് നടക്കാം. പ്രത്യേകിച്ച് ലോകത്തെ ഭീതിപ്പെടുത്തുന്ന എല്ലാ മഹാമാരികളും കൊറോണ വൈറസിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ, ഈ ലോകത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒറ്റപ്പെട്ട് നിരാശപ്പെട്ട് വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന എല്ലാ രോഗികളെയും, അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, അവരുടെ കുടുംബം, അവരുടെ പ്രത്യേക നിയോഗങ്ങൾ എന്നിവയെ ഈശോയുടെ വലിയ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ വിപത്തുകളെ സമർപ്പിക്കുന്നു. ദൈവവിചാരം ഇഷ്ടപ്പെട്ട ജനതയ്ക്ക് ലഭിച്ച ശിക്ഷയാണോ? ഈശോയെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവിൻ്റെ ആശീർവാദ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ, ശരീരങ്ങളിൽ നമുക്ക് ഒരുക്കാം. കുറേ ദിവസമായിട്ടുള്ള 1 ലേഖനം 3:16 നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് ശുദ്ധീകരിക്കേണ്ടത് നിന്റെ കടമയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ ശരീരത്തെ തമ്പുരാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട്
കർത്താവിനെ സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ